ഏവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. 73 സങ്കീർത്തനം 1 സങ്കീർത്തനം 73:1. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാധ്യതകളുടെ മറ്റൊരു പ്രഭാതം ആയുസ്സിൽ ദൈവം നമുക്ക് വീണ്ടും നൽകിയിരിക്കുന്നു. ദൈവം നല്ലവനാണ്. ഇത് വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരറിവ് മാത്രമല്ല, ജീവിതത്തിൻ്റെ അനുഭവം കൂടെയാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശവും നല്ലതാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം ദോഷമുള്ളതല്ല, അത് നന്മയാണ്. ഇത് രണ്ടും ശരിയാണെങ്കിൽ ദൈവമക്കളായ നാം തിന്മയിലേക്കല്ല, നന്മയിലേക്കാണ് പോകുന്നത്. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണവും റോമാലേഖനത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് കാണുന്നു. 29 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ മുന്നറിഞ്ഞവരെ എന്ന് പ്രത്യേകം എടുത്തു കാണിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മുന്നറിവിനെ വിവേചിക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ അവൻ ഈ ലോകത്തെ മുഴുവൻ കണ്ടിരുന്നു. ലോകമുണ്ടാകുന്നതിന് മുൻപേ തൻ്റെ തിരുസഭയെ താൻ കണ്ടിരുന്നു. ഈ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം നമ്മെയും കണ്ടു. ഇത് വേണ്ടും വണ്ണം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. ദൈവം മുന്നറിഞ്ഞു എന്ന തിരുവചനം പറയുന്നു, നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. മുന്നറിഞ്ഞവരെ അവൻ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവൻ വിശുദ്ധീകരിച്ചു, വിശുദ്ധീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇവിടെ എല്ലാ ക്രിയാപദങ്ങളും ഭൂതകാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്രിയകൾ ചെയ്തിരിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. ദൈവം നമ്മെ മുന്നറിഞ്ഞു, വിളിച്ചു, നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു, തേജസ്കരിച്ചു. ദൈവം തന്നെ ഈ പ്രവൃത്തികളെ എല്ലാം ചെയ്തിരിക്കുക കൊണ്ട് തോൽവിയല്ല, നിശ്ചയം നമുക്ക് ജയമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. തൻ്റെ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കുന്നത് വരെ അവൻ പിന്മാറുന്നില്ല. അവൻ്റെ കയ്യിൽ നിന്ന് ഒരബദ്ധവും വരികയില്ല. ആരംഭമിട്ടവൻ പൂർത്തീകരിക്കുന്നവനായതുകൊണ്ട് അവനെ സ്നേഹിക്കുന്ന നമുക്ക് എല്ലാം നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുന്നു. ഒരു കുശവൻ തൻ്റെ കയ്യിലുള്ള കളിമണ്ണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ രൂപപ്പെടുന്നത് വരെ അതിനെ മെനയും. പാത്രം മെനയുവാൻ ആരംഭമിട്ട കുശവൻ അത് അവസാനിക്കുന്നത് വരെയും പണിതുകൊണ്ടിരിക്കും. പാത്രം പൂർത്തീകരിക്കുന്നത് കാണുമ്പോൾ കളിമണ്ണ് പറയും, ഇതാ എന്നെ നിരന്തരം കറക്കുന്നതും എൻ്റെ മേൽ പ്രയോഗിക്കുന്ന സമ്മർദ്ദവും എനിക്ക് വരുന്ന വേദനയും തട്ടലും തലോടലും ഉടയ്ക്കലും എല്ലാം എൻ്റെ നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുന്നു. എന്നെ മെനയുന്ന കുശവൻ പണി പകുതിയാകുമ്പോൾ എന്നെ ഉപേക്ഷിക്കുന്നവനല്ല, അവൻ എന്നെ ഒരു മനോഹര രൂപമാക്കുന്നു. അതുപോലെയാണ് പൗലോസ് എൻ്റെ ജീവിതത്തിലെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വിശ്വാസമുണ്ടെങ്കിൽ എത്ര അനായാസമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഈ ഒരു വാക്യം ലോകത്തിലുള്ള മനുഷ്യരെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർ; രണ്ട്, ദൈവത്തെ സ്നേഹിക്കാത്തവർ. ജാതീയതയും വർഗീയതയും വർദ്ധിച്ച് അനേകം വിഭാഗങ്ങളായി ലോക ജനം വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്
എന്നാൽ ദൈവത്തിന് തന്നെ സ്നേഹിക്കുന്നവരും തന്നെ സ്നേഹിക്കാത്തവരും എന്ന രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 16 അധ്യായം 22 വാക്യം. ഇത് വളരെ കഠിനമായ വാക്കാണെങ്കിലും ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ: ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കാത്തവരും, അനുഗ്രഹിക്കപ്പെട്ടവരും ശപിക്കപ്പെട്ടവരും. ദൈവത്തെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? മുന്നറിഞ്ഞവരെ വിളിച്ചു എന്ന് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നു. ദൈവത്തെ നാം സ്നേഹിക്കുവാനുള്ള കാരണം അവൻ നമ്മെ വിളിച്ചു എന്നുള്ളതാണ്. അവൻ നമ്മെ വിളിച്ചത് നമ്മളൊന്നും ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവരാജ്യം വിളിച്ച് ചേർക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇതെല്ലാം ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവരാജ്യത്തിലേക്ക് ദൈവം ഇന്നും അനേകരെ ചേർത്തുകൊണ്ടിരിക്കുന്നു. സ്വർഗീയ ദൈവത്തിൻ്റെ പരമവിളി എവിടെയോ വച്ച് നാം കേൾക്കാനിടയായി. എല്ലാവർക്കും ഒരേ രീതിയിലല്ല വിളി ഉണ്ടാകുന്നത്. ദൈവം നമ്മെ വിളിച്ചു, നമ്മെ നീതീകരിച്ചു. ആ ദൈവം നല്ലവനാണ്. നല്ലവനായ ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് വിശ്വസ്തരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് നല്ലവനായും വിശ്വസ്തനായും ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവിക സ്നേഹം മുറുകെ പിടിച്ച് ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തത നൽകണമേ. ഞങ്ങളുടെ നാവുകൾ അവിടുന്ന് നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ പാദങ്ങളെ അവിടുന്ന് നിയന്ത്രിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ മനസ്സുകളെ അവിടുന്ന് നിയന്ത്രിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഞങ്ങളാരും ലജ്ജിച്ചു പോകുവാൻ സംഗതി വരുത്തരുത്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതുവർഷം നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.